ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ ഗീതി പാടിടുവിൻ. മുസ്ലിമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് സ്തുതിയും നന്ദിയും ആരാധനയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വഭാവത്തിലും സത്തയിലും ഒന്നായ പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ഈ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറഞ്ഞ് അനുഗ്രഹാശിസുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. ചിതരായി തീർന്നില്ല, നവമൊരു പീഠമൊരുക്കിയിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. പെസഹ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയെങ്ങും മാറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ,
നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോട് പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നൽ മനസ്സും തീർത്തരുളിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നേരായൊരു നൽ മനസ്സും തീർത്തരുളിൽ ദേവാ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടുതാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിനെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ.
പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കീഴടങ്ങി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, ജോയലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീനും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും. വരണ്ടു വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും. അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക. കർത്താവ് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട, മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു. വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു, അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ ആനന്ദിക്കുവേൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്ച്ചു തരും. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീനും എണ്ണയും കവിഞ്ഞൊഴുകും. വീട്ടിൽ വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ ഈശോമിശിഹ വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ നാം അറിയുന്നു, കഷ്ടത സഹനശേഷി ഉളവാക്കുന്നു, സഹനശേഷി സ്വഭാവമേന്മയും, സ്വഭാവമേന്മ പ്രത്യാശയും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷം ഹൃദയമേ
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഇനിയും വളരെയേറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്ത് തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപൊലിത്തായെയും മാർ ആന്റണി മെത്രാപൊലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിവസമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ തിരുസഭ ഓർക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു. പുത്രനായ ദൈവം അതിനെ രക്ഷണീയ കർമ്മം നടത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവം അതിനെ നവീകരിക്കുന്നു. ഇപ്പോൾ പിതാവിലൂടെ സൃഷ്ടികർമ്മം, പുത്രനിലൂടെ രക്ഷണീയ കർത്തവ്യം, പരിശുദ്ധാത്മാവിലൂടെ എന്നും അത് നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, സത്തയിലും സ്വഭാവത്തിലും ഒന്നായ ദൈവം. പരിശുദ്ധ ത്രിത്വം നമ്മളോട് രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കും. ഒന്നാമത്, വൈവിധ്യങ്ങളുണ്ട്, പക്ഷേ വൈരുദ്ധ്യങ്ങളില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇത് വൈവിധ്യങ്ങളാണ്, പക്ഷെ ഇവിടെ ഒരിക്കലും വൈരുദ്ധ്യങ്ങളില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് വരാം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഫാദറുണ്ട്, മദറുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. ഈ കുടുംബത്തിൽ വൈവിധ്യങ്ങളുണ്ടെങ്കിലും വൈരുദ്ധ്യങ്ങൾ പാടില്ല. സഭയിൽ വൈവിധ്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങൾ പാടില്ല. ലോകത്ത് വൈവിധ്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങൾ പാടില്ല. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതാണ് ഭാരതത്തിൻ്റെ ആത്മാവ് തന്നെ, അടിസ്ഥാന തത്വം തന്നെ. അതുകൊണ്ട് തൃത്വയുഗത്തിലെ നാൾ ആഘോഷിക്കുമ്പോൾ പിതാവായ ദൈവം അല്ലെങ്കിൽ പുത്രനായ ദൈവം പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മളോട് പറയും,
വൈവിധ്യങ്ങളൊക്കെ ഏകത്വത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നയിക്കണം. ഇതാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന ഐക്യമാണ് പരിശുദ്ധ ത്രിത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന, ഐക്യമായി തീരുന്ന, സ്വഭാവത്തിലും സത്തയിലും ഒന്നായി തീരുന്ന മഹാ തിരുനാളാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. മഹാനായ ആൻഡ്രൂ മൂറിനോട് ഒരാൾ ചോദിച്ചു, പരിശുദ്ധ ത്രിത്വത്തെ ഒന്ന് വ്യാഖ്യാനിക്കാമോ? എങ്ങനെയാണ് അത്? ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അതെന്താണ്? കണ്ണുകൾ അടച്ചിട്ട് ആൻഡ്രൂസ് മൂർ പറഞ്ഞു, ഒരു ഇരുട്ടുള്ള മുറിയിൽ 3 തിരി കത്തിച്ചു വെക്കുക. ഈ 3 തിരി കത്തിച്ചു വെക്കുമ്പോഴും ആ മുറിയിൽ ഒരു പ്രകാശമായിരിക്കും. 3ഉം കത്തുന്നുണ്ട്. 3 തിരികളും കത്തി നിൽക്കുമ്പോഴും വേർതിരിക്കാൻ പറ്റാത്ത ഒരൊറ്റ പ്രകാശം. ഇത് തന്നെയാണ് വേർതിരിവില്ലാത്ത ദൈവിക സത്യയുടെ ഭാവം. കാറ്റഗിസം പഠിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു അധ്യാപകനോട്, സാധാരണ ഒരു അധ്യാപകനോട്, ഇതൊന്ന് വ്യാഖ്യാനിക്കാമോ പരിശുദ്ധ ത്രിത്വത്തെ? സാറ് വളരെ തമാശ രൂപത്തിൽ പറഞ്ഞു, നിന്റെ തലയിലെ മുകളിൽ കിടക്കുന്ന ഫാനിലേക്കൊന്ന് നോക്കൂ, അതിന് 3 ഇതളുണ്ട്. പക്ഷേ 3 ഫാൻ എന്ന് നമ്മൾ പറയാറില്ല, ഒറ്റ ഫാൻ എന്നാ പറയാറുള്ളൂ. ഒരു ഫാനിൽ 3 ഇതളുകൾ പോലെ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് വൈവിധ്യങ്ങളുണ്ടെങ്കിലും വൈരുദ്ധ്യങ്ങളില്ലാത്ത, സത്തയിലും സ്വഭാവത്തിലും ഒന്നായ ത്രിത്വിക ദൈവത്തിൻ്റെ ഓർമ്മയാണ് ഇന്നേ ദിവസം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സ്നേഹത്തിൽ ഒന്നാകാൻ, ഐക്യപ്പെടാൻ, സ്നേഹത്തിൽ അലിഞ്ഞു ജീവിക്കാൻ. വൈവിധ്യങ്ങളുണ്ടെങ്കിലും വൈരുദ്ധ്യങ്ങളില്ലാതെ എല്ലാ വൈവിധ്യങ്ങളും ഏകത്വത്തിലേക്കും അതിൻ്റെ സ്വഭാവം, അന്തർലീനമായ സ്വഭാവമായ ഐക്യത്തിലേക്കും നയിക്കണമേ എന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ തിരുനാൾ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്ഥലത്തിൻ്റെയും നാഥായ നീക്കും, സ്ഥലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ഈ കൈക്കുമ്പിളിൽ ഞങ്ങളേകുന്നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനണയുന്നിതാ, ജീവിതം. ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ, ദൈവമേ നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് അങ്ങയുടെ രാജ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ശിക്ഷിച്ച തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ചും സിംഹായുടെ സർവ്വമുഖത്വപരമായ രണ്ടാമത്തെ ആഗമനം വരെ പരിശുദ്ധ ബലിപീഠത്തിന്മേൽ സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു.
പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന ഐക്യം ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നീ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, വൈവിധ്യങ്ങളുണ്ടെങ്കിലും വൈരുദ്ധ്യങ്ങളിലേക്ക് പോകാതെ ജീവിതം ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ബന്ധത്തിൽ നിന്നും നവീകരിക്കപ്പെടുവാൻ നിന്റെ ആത്മാവിന്റെ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഈ കൂട്ടായ്മയിൽ ഞങ്ങളും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപാവരങ്ങൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും രാഷ്ട്രത്തെയും നാനാത്വത്തിൽ ഏകത്വത്തിലേക്ക് വളർത്തണമേ. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയും സ്നേഹവും അതിന് നൽകണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സത്യത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ കൃപകളെ കുറിച്ച് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ അർപ്പകരാകുവാൻ പാപികളായ ഞങ്ങളെ സ്നേഹാതിരകത്താൽ യോഗ്യരാക്കി അവിടുന്ന് നൽകുന്ന ദിവദാനം ഉറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നും അർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. യാക്കോബിലെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധി സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെ ആരാധിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
രക്ഷകനാം നാഥൻ രാജാതിരാജൻ ഈശോനാഥൻ ലോകത്തിൻ രക്ഷകനാം നാഥൻ ആർപ്പുകളോടെ ആഗതനാകും പിന്നിന്റെ നാഥന് ഓശാന പാടാം കർത്താവെന്നും അവനല്ലോ ഓശാന ജയഗീതം പാടിടാം ഓശാന സ്വരഗീതം നീട്ടിടാം ഓശാന 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 ഓശാന. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്കു കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ഈശോയെ എന്റെ ദൈവമേ, എന്റെ ഈശോയെ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയമെടുത്തു കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഈശോയെ എന്റെ ദൈവമേ, എന്റെ ഈശോയെ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവും അതിരൂപതാധ്യക്ഷനുമായ കർദ്ദനാൾമാർ ജോർജ് ആർജരി ശ്രേഷ്ഠ മെത്രാപൊലീത്തയ്ക്ക് വേണ്ടിയും മാർ ആന്റണി മെത്രാപൊലീത്തയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ രൂപതാമരദർശന്മാർക്ക് വേണ്ടി മെത്രാന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ സമർപ്പിതരൾമായി പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ നിധിപൂർവ്വം ജീവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരദേശത്തായിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും പകർച്ചവ്യാധി മൂലം ലോകമെമ്പാടും ദുഃഖ ദുരിതം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും സമർപ്പണ ബുദ്ധിയോടെ ആദര ശുശ്രൂഷ രംഗത്ത് സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദൈവമേ, വിശുദ്ധ ബലിയിൽ പ്രത്യേകമാവിധം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുള്ളവർക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയും
വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ മാതാവിന്റെയും മാധ്യസ്ഥത തന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ഇന്ന് തിരുസഭ ആചരിക്കുന്ന ദിവസം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും സമനായിരിക്കുന്ന തത്വിക ദൈവത്തിന്റെ തിരുമുമ്പിൽ വിശ്വാസത്തോടും എളിമയോടും കൂടെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ എളിയ നിയോഗങ്ങൾക്ക് വേണ്ടിയും ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും തന്ന് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ഞങ്ങളെല്ലാവരും മാരകമായ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നും എപ്പോഴും അങ്ങയുടെ കരുണയാൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ഇപ്പോൾ അവിടുന്ന് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഇത് ഞങ്ങൾക്കെന്നും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവിടെ ഏർപ്പെടുന്ന വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമാകേണ്ട തിരുനാമത്തിനെന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് അങ്ങ് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ തിരുനാമത്തിനെന്നും സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് എന്നും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായും സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല. പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ നിമിഷമിത അനുഗ്രഹമേകുന്ന സമയമിത അപ്പത്തിൻ രൂപമായ ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമായി ഈ സ്നേഹത്തെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ ഉളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം.
കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ സ്നേഹ ഐക്യവും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ ശാന്തിയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയുവാൻ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ അർപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രതികരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡകളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന ആവാചകമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം. നമ്മെ ജീവിതം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും
ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ വാഗ്ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടകള ഭോജനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മകനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ മൂലമായ തിരുശരീരത്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം അങ്ങയുടെ കാരുണ്യാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും അരിച്ചവിടെ ഏർപ്പെടുന്ന പ്രത്യാശയ്ക്കും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായി നിവർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരമായ സ്വർഗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി തന്റെ ശിക്ഷഗണത്തോട് പ്രകാരം അരുൾ ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ ത്രിത്വൈക ദൈവത്തെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്ത നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അവിടുത്തെ തൃക്കരം നീട്ടി ആശീർവദിക്കട്ടെ. സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയാൽ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും മുദ്രിതരാകട്ടെ. പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും കൊണ്ട് എല്ലാവിധ മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എന്നും എപ്പോഴും കാത്ത് സംരക്ഷിച്ചു പരിപാലിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ യോഹന്നാൻ സ്നേഹായേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. അർഹിക്കാത്ത നന്മകളും എനിക്ക്
ദൈവത്തെ യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മ